നിങ്ങളുടെ റിട്ടയർമെന്റ് സ്വപ്നങ്ങളെ തകർക്കുന്ന 5 ശത്രുക്കളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 30 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ റിട്ടയർമെന്റ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തീർന്നു പോകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ സമ്പാദ്യത്തെ മുഴുവൻ തകർത്ത് കളയാൻ പറ്റിയ 5 ശത്രുക്കൾ നിങ്ങളുടെ റിട്ടയർമെന്റിനോടൊപ്പമുണ്ട്. അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. 1. ലോങ്ങവിറ്റി റിസ്ക്, അതായത് ആയുർദൈർഘ്യം. കൂടുതൽ നാള് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമായിരിക്കും. 90-100 വയസ്സ് വരെ ഞാൻ ജീവിക്കും എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. പക്ഷേ അതിനുള്ള പണം നമ്മുടെ കയ്യിലില്ലെങ്കിലോ? അത് സങ്കടമാകും, അല്ലേ? നമ്മുടെ കയ്യിലെ പണം അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം മുഴുവൻ തീർന്നു പോയിട്ടും നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളുടെ ഫുഡ്, മെഡിസിൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ വെറുതെ ജീവിച്ചിരിക്കുകയാണ്. നമുക്ക് സ്വയം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കൂടി ആണെങ്കിലോ വളരെ കഷ്ടമായിരിക്കും. രണ്ടാമത്തത് ഇൻഫ്ലേഷൻ റിസ്ക്. പല ആളുകളും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇൻഫ്ലേഷൻ കണക്കിലെടുക്കാറില്ല. ഇന്നത്തെ 1 കോടി രൂപ 20-25 വർഷം കഴിയുമ്പോൾ വെറും 30-40 ലക്ഷം രൂപയുടെ മൂല്യമേ ഉണ്ടാകൂ എന്ന തിരിച്ചറിവ് ആർക്കെങ്കിലും ഉണ്ടോ? അത് കണക്കിലെടുക്കാതെ പലരും ഇന്ന് 10 ലക്ഷമോ 20 ലക്ഷമോ സൂക്ഷിച്ചു വെക്കുകയാണ്. 20-25 വർഷം കഴിഞ്ഞ് ജീവിക്കാം. അത് എന്തിനു തികയും? 3. സീക്വൻസ് ഓഫ് റിട്ടേൺസ് റിസ്ക്. നമ്മൾ ഇന്ന് പല ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ സേവിങ്സോ ഒക്കെ നടത്തുന്നുണ്ടാവാം. പക്ഷെ റിട്ടയർമെന്റിൽ എത്തുമ്പോഴേക്കും ഒരു സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ തകർച്ച അത് നമ്മളെയും തകർത്ത് കളയില്ലേ? 4. റിസ്ക് മെഡിക്കൽ റിസ്ക്. നമ്മളുടെ വാർദ്ധക്യത്തിൽ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആണ്. ഇന്ന് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റൽ ബില്ലുകൾ. അപ്പോൾ ആ ഒരു 20-25 വർഷത്തിന് ശേഷം എന്തായിരിക്കും അവസ്ഥ? വെറുതെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു ടെസ്റ്റ് ഒക്കെ എടുത്ത് വരുന്നതിന് തന്നെ 1 ലക്ഷം രൂപ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതേ സ്ഥലത്ത് കൂടുതൽ ഗൗരവമായ എന്തെങ്കിലും അസുഖങ്ങളാണെങ്കിലോ ലക്ഷങ്ങൾ തന്നെ നമുക്ക് വേണ്ടി വരും. അതിന് നമ്മൾ പ്രിപ്പയർ ആയിട്ടില്ലെങ്കിൽ നമ്മളുടെ സമ്പാദ്യവും വീടും ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും. ശരിയല്ലേ? 5. റിസ്ക് നികുതിയാണ് അല്ലെങ്കിൽ ടാക്സ്. പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തും നമ്മൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇതിനെല്ലാം നമ്മൾ ടാക്സ് കൊടുക്കണം എന്നറിയാലോ. ആ സമയമാകുമ്പോഴത്തേക്കും ടാക്സ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വന്നാലോ? അതും നമ്മുടെ സമ്പാദ്യം ചോർത്തിക്കളയും. ഇന്ന് പല ആളുകളും ചെയ്യുന്നത് പ്രതീക്ഷയിൽ വരുത്തി വച്ചിരിക്കുന്ന പ്ലാനിങ്ങുകളാണ്. അങ്ങനെ പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ പ്ലാനിങ്ങിൽ നിന്നും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലാനിങ്ങിലേക്ക് മാറിയാൽ ഈ പറഞ്ഞ റിസ്കുകളെ എല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 20-30 വർഷമൊക്കെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയണം, അതോ കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ അതിനെയെല്ലാം സംരക്ഷിക്കുകയും നമ്മുടെ ലൈഫിനെ ഭദ്രമാക്കുകയും ചെയ്യണോ എന്നുള്ളത്. കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ താഴെ ക്ലാരിറ്റി എന്ന് കമന്റ് ചെയ്തോളൂ.